വിവാഹബന്ധം നിലനിൽക്കെ നിയമപരമായി പിരിയാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചെന്നും ഗാർഹിക പീഡനം നടത്തിയെന്നും ആരോപിച്ച് ഭർത്താവിന്റെ വീട്ടിൽ യുവതി നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 11ാം ദിവസത്തിലേക്ക്. ചാവക്കാട് എടക്കഴിയൂർ ചാലപ്പുറത്ത് വീട്ടിൽ ഡോക്ടർ ആയിഷയാണ് 10 വയസ്സുള്ള മകളുമായി എടക്കഴിയൂരിലുള്ള ഭർത്താവ് അലി അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് യുവതിയുടെ സമരം. ഭർത്താവിന്റെ വീട്ടിൽ സമാധാനമായി താമസിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതിലും ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നതിലും വിലക്കേർപ്പെടുത്തി ഡോക്ടർ ആയിഷയ്ക്ക് അനുകൂലമായി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്റെ പേര് ഡോക്ടർ ആയിഷ. ഞാനിപ്പോ എന്റെ ഭർത്താവിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോ എന്റെ ഭർത്താവ് ഒരു രണ്ടാം വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബന്ധം നിലനിൽക്കെ തന്നെ ഇവിടെ തലാക്കോ അതല്ലെങ്കിൽ ഡൈവോഴ്സ് പെറ്റീഷനോ ഫയൽ ചെയ്യാതെ എന്റെയും അദ്ദേഹത്തിന്റെയും മഹലായിട്ടുള്ള എടക്കഴിയൂർ ജുമാ മസ്ജിദിനെ അറിയിക്കാതെ തന്നെ കല്യാണം രഹസ്യമായി നടത്തും. പിന്നെ അത് അവർ ആഘോഷമായിട്ട് കൊണ്ടാടിയിട്ടുണ്ട്. ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. ഇവിടെ മുന്നൊരിക്കൽ വന്നപ്പോ അവരിവിടെ കയറ്റാൻ എന്നെ സമ്മതിക്കാണ്ട് ഇവിടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഇവിടെ കയറി താമസിക്കാനുള്ള ഒരു ഓർഡറുമായിട്ട് ഞാൻ ഇന്നലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വീട്ടുകാരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയുന്നു വരുന്നുണ്ട് കഴിയുന്നത് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കണം അവർ വീട് കൂട്ടി പുറത്തു പോയിരിക്കുകയാണ്. ആ ഓർഡറായിട്ട് വന്നിട്ടും ഇപ്പോഴും എനിക്കിവിടെ വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല.